സ്ലീഹാകാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 16, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: കൊണ്ടും കൊടുത്തുകൊണ്ടുള്ള ജീവിതം പരിശുദ്ധ ത്രിത്വം നൽകുന്ന സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, നാമൊക്കെ ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ വിശ്വാസം പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നതിനേക്കാൾ രഹസ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടവയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. The Christian faith is based not on the problems but on the mysteries എന്ന് നാം ഗ്രഹിക്കണം. പ്രശ്നങ്ങൾ ഏതു തരത്തിലുള്ളതായാലും ശരി, അവയ്ക്കൊരു പരിഹാരമാർഗം കണ്ടെത്താനാകും. എന്നാൽ രഹസ്യങ്ങളുടെ കാര്യം അങ്ങനെയല്ല. രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് നാം കടന്നു വരുന്തോറും പുതിയ പുതിയ മാനങ്ങളിലേക്ക് നമ്മളെ അത് വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണാം. പലതരം ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളും അത് നമുക്ക് നൽകുന്നതായിരിക്കും. ആഴത്തിലേക്ക് ഇറങ്ങുന്തോറും നവീനങ്ങളായിട്ടുള്ള പല അറിവുകളും നമുക്ക് പ്രദാനം ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് രഹസ്യങ്ങളുടെ പൊതു സ്വഭാവം. മനുഷ്യന്റെ ഭൗതിക ലോകത്തിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുമുണ്ട്, രഹസ്യങ്ങളുമുണ്ട്. ഭൗതിക ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ അതാത് കാലങ്ങളിൽ പരിഹാരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. രഹസ്യങ്ങളായിട്ട് നിൽക്കുന്ന പല വസ്തുതകളും ഇന്നും ഭൗതിക ലോകത്തിലുണ്ട്. രഹസ്യങ്ങളായിട്ട് നിൽക്കുന്ന ആ പ്രതിഭാസങ്ങളുടെ മുമ്പിൽ ആധുനിക മനുഷ്യൻ പോലും തന്റെ ബുദ്ധികൂർമ്മതയുടെ പരിമിതികളെ അംഗീകരിക്കാൻ നിർബന്ധപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മനുഷ്യന്റെ മുമ്പിൽ. അന്ധാളിച്ചു നിൽക്കുന്നു മനുഷ്യൻ അവയുടെ മുമ്പിൽ. മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം. ഇതാണ് ഭൗതിക ലോകത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്ഥിതിവിശേഷം എന്ന് വരികിൽ, ദൈവിക ലോകത്തിൽ ഇത് വളരെയേറെ കൂടുതൽ അർത്ഥവത്താണ്. ദൈവികമായ സത്യങ്ങളെ പലതും ഗ്രഹിക്കാൻ പരിമിതമായിട്ടുള്ള മനുഷ്യനെ സാധിക്കുന്നില്ല എന്നുള്ളത് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സത്യമാണ് യേശുക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തു ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള സമയം സമാഗതമായി എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി വളരെ നിർണായകമായിട്ടുള്ള രീതിയിൽ ഒരു സന്ദേശം ശിഷ്യന്മാർക്കായിട്ട് നൽകുകയാണ്. യേശു അവരോടായിട്ട് പറയുന്നു: പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ ഇല്ല. ഇത് നിങ്ങൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് വരികില്ലേ, എന്റെ പിതാവിന്റെ പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടെ ഞാൻ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അരൂപി നിങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടവരണം. ആ അരൂപിയുടെ പ്രവർത്തനത്തിന്റെ തോതനുസരിച്ച് ഞാൻ പറയുന്ന ദൈവിക സത്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു തുടർന്ന് പറയുന്നു: പിതാവിന് ഉള്ളതെല്ലാം എന്റേതാണ്, എന്റേത് മുഴുവനും പിതാവിനും. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പിതാവിനിൽ മുഴുവനും അർപ്പിതമാണ് പുത്രൻ, പുത്രനിൽ മുഴുവനും അർപ്പിതമാണ് പിതാവും. ഇങ്ങനെ പിതാവും പുത്രനും യോജിച്ചു നിൽക്കുന്ന ആ പ്രതിഭാസത്തിൽ നിന്നാണ് അരൂപിയുടെ ജനനം തന്നെ ഉടലെടുക്കുന്നത്. അതിനാൽ തന്നെ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന കത്തോലിക്ക വിശ്വാസത്തിന്റെ മൗലികമായിട്ടുള്ള രഹസ്യങ്ങൾ പ്രാധാന്യമേറിയ രഹസ്യമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം, പിതാവും പുത്രനും അരൂപിയും. ഈ പിതാവും പുത്രനും അരൂപിയും ഓരോ വ്യക്തി എന്ന നിലയിൽ അതിൽ തന്നെ പൂർണ്ണനാണ്. അവർ പൂർണ്ണരാണ്, ഒരു തരത്തിലും അപൂർണരല്ല. പൂർണ്ണമായിട്ടുള്ള 3 വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോ ഒരു ദൈവമാകുന്നു, ഏകദൈവം. ഇവിടെയാണ് രഹസ്യം ഇരിക്കുന്നത്. ഏകദൈവത്തിൽ 3 വ്യത്യാസപ്പെട്ട വ്യക്തികൾ. ഒരു വ്യക്തി കുറഞ്ഞവനോ ഒരു വ്യക്തി കൂടിയവനോ അല്ല. 3 വ്യക്തികളും പരസ്പരം യോജിക്കുമ്പോ ഒരു വ്യക്തിയായിട്ട് തീരുന്നു, ഏകദൈവം. ദൈവം ഒന്നേ ഉള്ളൂ. ഇതാണ് കത്തോലിക്ക വിശ്വാസത്തിന്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനം. ഈ സത്യമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇന്നേ വരെയുള്ള ലോകചരിത്രത്തിൽ ദാർശനിക ചിന്തകന്മാരും ദൈവജ്ഞാനികളുമായിട്ടുള്ള പല ശാസ്ത്രകാരന്മാർ
ഈ രഹസ്യത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ തീവ്രമായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോഴൊക്കെ അവരുടെ ബുദ്ധിയുടെ പരിമിതികളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ ഇടവന്ന നിമിഷങ്ങളാണ് അവർക്ക് പ്രദാനം ചെയ്യാൻ ഇടവന്നിട്ടുള്ളത്. അവർ ആ രഹസ്യങ്ങളുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കാൻ ഇടവരുന്നു. അവയെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക, അതിന്റെ ഫലമായി പല ഉൾക്കാഴ്ചകളും ലഭിക്കാൻ ഇടവരിക, പലതരത്തിലുള്ള തിരിച്ചറിവുകളും നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ആ രഹസ്യങ്ങൾ നൽകുന്ന ആ പാത നമ്മെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ പൂർണ്ണമായ രീതിയിൽ പരസ്പരം നൽകുകയും പൂർണ്ണമായ രീതിയിൽ പരസ്പരം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്രതിഭാസമാണ് പരിശുദ്ധ ത്രിത്വത്തിൽ നാം പ്രധാനമായിട്ടും കാണുക. ഈ സ്വീകരണത്തിലും ഈ നൽകലിലും ഒരു വ്യക്തിയും കുറവ് വരുന്നതായിട്ട് കാണുന്നില്ല. പൂർണ്ണ അർത്ഥത്തിൽ പരസ്പരം സമർപ്പിക്കുന്നു, പൂർണ്ണ അർത്ഥത്തിൽ തുറന്ന മനസ്സോടുകൂടെ അവരിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇതാണ് കൊണ്ടും കൊടുത്തുമുള്ള ഒരു ജീവിത ശൈലി. ഈ കൊണ്ടും കൊടുത്തുമുള്ള ഒരു ജീവിത ശൈലിയാണ് മനുഷ്യന് സഹജമായിട്ടുള്ളതെന്നും ആ ജീവിത ശൈലിയാണ് മനുഷ്യന്റെ ജീവിതത്തെ ധന്യമാക്കുകയുള്ളൂ എന്നും ഉള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നാം സ്വാംശീകരിച്ചെടുക്കേണ്ടത്. ഈ സത്യത്തിലേക്ക് അല്പം കൂടി വെളിച്ചം വീശാവുന്ന ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 14-ാം നൂറ്റാണ്ടിലാണ് അത് സംഭവിച്ചത്. യൂറോപ്പിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ഫ്രാൻസ്. ഫ്രാൻസിൽ ചാൾസ് അഞ്ചാമൻ രാജാവ് ചക്രവർത്തിയായി അധികാരമേൽക്കുന്നു. ചാൾസ് അഞ്ചാമൻ ചക്രവർത്തിക്ക് കുട്ടിക്കാലം മുതലേ തന്നെ ഒരു ഹോബി, ഒരു ഭ്രമമുണ്ടായിരുന്നു, ഒരു ആവേശമായിരുന്നു അതിനെ. വ്യത്യാസപ്പെട്ട ഘടികാരങ്ങൾ സംഘടിപ്പിച്ച് അത് പ്രദർശിപ്പിക്കുക, ഇതായിരുന്നു ചാൾസ് അഞ്ചാമന്റെ ഹോബി. ഈ ഘടികാരങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല, അതിന്റെ പുറകിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ ഘടികാരങ്ങളും ഒരേ സമയത്ത് ഒന്നിച്ചടിക്കുക. അങ്ങനെ ഒന്നിച്ചടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ നാദ പ്രപഞ്ചം ആസ്വദിക്കാൻ ഇടവരിക, ഇതായിരുന്നു ചാൾസ് പഞ്ചമന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. എന്നാൽ ഫ്രാൻസിന്റെ രാജാവായിട്ടുള്ള അഭിഷേകം ചെയ്തതിന് ശേഷം തന്റെ ഹോബി അല്പം കൂടി വികസിപ്പിക്കാനുള്ള അവസരം ചാൾസിന് കിട്ടി. ലോകത്തിലെ വിവിധമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിർമ്മിതമായിട്ടുള്ള ഘടികാരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ രാജാവ് നൽകുകയാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കപ്പെട്ട വളരെയേറെ ഘടികാരങ്ങൾ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവ പ്രദർശിപ്പിക്കുന്നതിന് ഉചിതമായുള്ള ഹോളും നിർമ്മിതമായി. രാജാവിന്റെ ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടി വിദഗ്ധരായിട്ടുള്ള ഘടിക നിർമ്മാതാക്കളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ക്ഷണിച്ചു വരുത്തി കൊട്ടാരത്തിൽ അവർക്ക് വേണ്ട പ്രവർത്തന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവരോടായിട്ട് രാജാവ് പറഞ്ഞു, എല്ലാ ഘടികാരങ്ങളും ഒരേ സമയത്ത് ഒന്നിച്ചടിക്കണം, ഇതാണ് നിങ്ങളുടെ ദൗത്യം. അതിനു വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. വിദഗ്ധരെ അവർക്കാവുന്ന വിധത്തിലൊക്കെ പരിശ്രമത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ പരിശ്രമത്തിന്റെ ഫലം എന്ന രീതിയിൽ പല ഘടികാരങ്ങളും ഒന്നിച്ചടിക്കാൻ തുടങ്ങി. സുന്ദരമായിട്ടുള്ളൊരു അനുഭവം. പക്ഷെ മറ്റു പല ഘടികാരങ്ങളും അടിക്കുന്നത് സെക്കൻഡുകളുടെ പല ഭാഗങ്ങളിലുള്ളൊരു വ്യത്യാസത്താലാണ് അടിക്കാൻ ഇടവരുന്നത്. പക്ഷേ ലക്ഷ്യം ഒരേ സമയത്ത് എല്ലാ ഘടികാരങ്ങളും ഒന്നിച്ചടിക്കണം. വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. വിദഗ്ധരെ ഒന്നടങ്കം സമ്മതിച്ചു അവരുടെ കഴിവുകേടിനെ സംബന്ധിച്ച് തങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന് അവർ അംഗീകരിക്കേണ്ടി വന്നു. രാജാവിനോട് തങ്ങളുടേതായിട്ടുള്ള കഴിവുകേട് അംഗീകരിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് കൊട്ടാരം വിടുകയാണ് ഉണ്ടായത്. ഈ ഒരു വസ്തുത ചാൾസ് അഞ്ചാമൻ രാജാവിനെ വളരെയേറെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ ഇടവരുത്തി. അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. കേവലം ചെറുതും ലളിതവുമായിട്ടുള്ള ഘടികാരങ്ങള് ഒരേ സമയത്ത് ഒന്നിച്ചടിക്കാൻ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള മനുഷ്യരെ, ഈ രാജകൊട്ടാരത്തിലുള്ള നിവാസികൾ എല്ലാവരും ഒരേ വിധത്തിൽ പ്രവർത്തിക്കണം എന്ന് എനിക്ക് എങ്ങനെ നിർദ്ദേശിക്കാനാകും?
എന്നല്ല, എന്റെ രാജ്യത്തിലുള്ള പൗരന്മാരെല്ലാവരും ഒരേ വിധത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാകും? എനിക്ക് എങ്ങനെ അവരെ ഒരേ വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും? ഈ ലഘു ഉപകരണങ്ങളെ പോലും ഒരേ വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത എനിക്ക് രാജ്യഭരണം ഒരേ വിധത്തിൽ മനുഷ്യരെ സംഘടിപ്പിച്ച് നടത്താൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്തയാണ് രാജാവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ആ ചിന്ത കൂടുതൽ ആഴപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം രാജാവ് ചക്രവർത്തി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ജർമ്മനിയിലുള്ള ഒരു ആശ്രമത്തിൽ ചെന്ന് ജീവിതം ആരംഭിക്കാൻ ഇടവന്നു. പിന്നീട് അദ്ദേഹം ഒരു സന്യാസിയായി തീർന്നു എന്നാണ് ചരിത്രത്തിന്റെ ബാക്കിപത്രമായിട്ട് നാം വായിക്കാൻ ഇടവരുന്നത്. ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓരോ ഘടികാരവും അതിന് തനിതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു എന്നുവരികിൽ അതിനേക്കാൾ വസ്തുനിഷ്ഠമായിട്ട് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഓരോ മനുഷ്യനും തനിതായിട്ടുള്ള സ്വഭാവമുണ്ട്. അത് ഓരോ മനുഷ്യനെയും തനിതായിട്ടുള്ള രീതിയിൽ, വ്യത്യാസപ്പെട്ട രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രവർത്തിക്കണം എന്ന് പറയുക, ചിന്തിക്കണം എന്ന് പറയുക സാധ്യമല്ല. വ്യത്യാസപ്പെട്ട രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ വ്യത്യാസപ്പെട്ട രീതിയിൽ കൂടെ തന്നെ വേണം അവൻ പ്രവർത്തിക്കാൻ. അത് ഞാൻ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ആ വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനും യഥാർത്ഥത്തിൽ പരസ്പരം കൊണ്ടും കൊടുത്തും കൊണ്ടുള്ളൊരു ജീവിതത്തിലൂടെയാണ് ആ ജീവിതം കൂടുതൽ ശ്രേഷ്ഠകരമാകുക എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള സന്ദേശമാണ്, ഉൾക്കാഴ്ചയാണ് പരിശുദ്ധ ത്രിത്വം നമുക്ക് നൽകുന്നത് എന്ന് വേണം വിചാരിക്കാൻ. പരിശുദ്ധ ത്രിത്വത്തിൽ പിതാവ് എല്ലാം പുത്രനെ ഏൽപ്പിക്കുന്നു, പുത്രൻ എല്ലാം പിതാവിനെ ഏൽപ്പിക്കുന്നു, പിതാവും പുത്രനും എല്ലാം തന്നെ അരൂപിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നു, അരൂപി തിരിച്ചു. ഈ ഒരു യാഥാർത്ഥ്യമാണ് തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമുക്കായിട്ട് നൽകപ്പെടുന്നത് എന്ന് ഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഈ ഒരു സത്യം പ്രകൃതിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വിഹായസിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് എന്നാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മോട് പറയുന്നത്. എന്നാൽ അതേ ശാസ്ത്രം തന്നെ നമ്മോട് പറയുന്നു, ഓരോ നക്ഷത്രവും മറ്റു നക്ഷത്രത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ്. ഓരോ നക്ഷത്രത്തിന്റെയും സ്വഭാവവും പ്രവർത്തനവും വ്യത്യാസപ്പെട്ടതാണ്. ഇങ്ങനെ വ്യത്യാസപ്പെട്ട നക്ഷത്രങ്ങളാണ് ഓരോന്നും എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ വായിക്കാനിട വരുന്നു. മലകളിൽ ഒരുപാട് മരങ്ങൾ നമ്മൾ കാണുന്നു. കാടുകളിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. നാം നോക്കുമ്പോൾ മനസ്സിലാകും പല മരങ്ങളും ഒരുപോലെ നിൽക്കുന്നു. പക്ഷേ വിദഗ്ധ അപഗ്രഥനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മരവും മറ്റൊരു മരം പോലെ ഇല്ല. ഓരോ മരവും തനതായിട്ടുള്ള സ്വഭാവം സ്വാംശീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാണ് എന്ന്. എന്തിന് മരത്തെപ്പറ്റി പറയുന്നു? മരത്തിൽ നിബിഡമായിട്ടുള്ള ഇലകള്, അങ്ങനെ എന്തുമാത്രം സസ്യങ്ങള് ഈ പ്രപഞ്ചത്തിൽ. ഒരു ഇല മറ്റൊരു ഇല പോലെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓരോ ഇലവും തനതായിട്ടുള്ള രീതിയിൽ വ്യതിരിക്തത പുലർത്തിക്കൊണ്ടു പോരുന്നു എന്നുള്ളതാണ് പ്രകൃതി സത്യം. പ്രകൃതിയില് അങ്ങനെയാണ് എന്ന് വരികിൽ പ്രകൃതിയുടെ ഒരു തരത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതിയിലേക്ക് നാം കടന്നു വന്നാൽ ഇത് കൂടുതൽ വെളിവായിട്ട് വരുന്നു കാണാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 600 കോടിയിലധികം മനുഷ്യർ ഇന്ന് ലോകത്തിലുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്ന് വരികിലും ഓരോ മനുഷ്യനും തനതായിട്ടുള്ള രീതിയിൽ സൃഷ്ടമായിരിക്കുന്നവനാണ്. ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യനില്ല. ഐഡന്റിക്കൽ ട്വിൻസ് പോലും വ്യത്യാസപ്പെട്ട പലതും അവരിൽ നമുക്ക് കണ്ടെത്താനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ് ശാസ്ത്രത്തിൽ വിരലടയാളം എടുക്കുന്ന ഒരു പതിവ് ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധേയമാകുന്നു. അടുത്ത കാലത്ത് നാം എല്ലാവരും വിരലടയാളം എടുക്കുന്നതിന് വേണ്ടി അതാതിന് നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പോയി ഫോട്ടോവും വിരലടയാളം എടുത്ത് നാം ഓർക്കുന്നില്ലേ? ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും നൽകപ്പെടാൻ പോകുന്ന ഒരു കാർഡിനെ ഓരോരുത്തരെയും ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി, തനിമ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന രേഖകളിൽ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് വിരലടയാളം എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടത്താനിട വന്നത്. കുറ്റാന്വേഷണത്തിലും വിരലടയാളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്.
സത്യത്തിൽ ഒരു മനുഷ്യന്റെ വിരലടയാളം പോലെ മറ്റൊരു മനുഷ്യന്റെ അല്ല എന്നുള്ളതാണ് ആ ശാസ്ത്ര സത്യം. എന്നാൽ ചെറിയ കുട്ടിയും ആ കുട്ടി മുതിർന്നിട്ട് വലുതാകുമ്പോൾ വിരലടയാളത്തിന് സംഭവിക്കാവുന്ന ചില വ്യത്യാസങ്ങള് ശാസ്ത്രം അപഗ്രഥനം ചെയ്തിട്ട് ഇന്ന് കൂടുതൽ അത് വസ്തുതാപരമാകുന്നതിന് വേണ്ടി മനുഷ്യന്റെ കൃഷ്ണമണിയും കൂടി ഫോട്ടോ ചെയ്ത് ആ കാർഡിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൊരു നീക്കം ഗവൺമെന്റ് തലത്തിൽ പോലും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം മനുഷ്യന്റെ കൃഷ്ണമണി എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല. ഓരോ മനുഷ്യന്റെയും കൃഷ്ണമണി ആ മനുഷ്യന്റെ തനതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന രീതിയിലാണ് എന്നുള്ളതാണ് ശാസ്ത്ര സത്യം. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഓരോ കോശവും തന്നെ യഥാർത്ഥത്തിൽ തനിമയാർന്ന കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് എന്നാണ് ശരീരശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു സത്യം അല്പം ശരീരശാസ്ത്രത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും പിൻബലത്തോടുകൂടെ വിശുദ്ധ പൗലോസ് കൊറിന്ത്യൻ സമൂഹത്തിന് എഴുതിയ ലേഖനത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത് നമുക്ക് വായിക്കാം. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, ശരീരത്തിലെ പല അവയവങ്ങളുണ്ട്. പല അവയവങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴാണ് ശരീരമാകുന്നത്. അതിലെ അവയവങ്ങളിൽ ഒന്നായ കണ്ണ് ഞാൻ ചെവിയല്ല എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് കണ്ണ് പറയില്ല. ചെവിയും അതുപോലെ ഞാൻ കൈയല്ല എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് ചെവിയും അവകാശപ്പെടുന്നില്ല. കണ്ണും ചെവിയും മൂക്കും നാക്കും കൈയും കാലും ഇതെല്ലാം കൂടിയുള്ള ആ അവയവങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യ ശരീരം. ശരീരം ഒന്നേ ഉള്ളൂ, പക്ഷെ അവയവങ്ങൾ പലതാണ്. ഓരോന്നിനും അതിന്റെ പ്രത്യേക ധർമ്മങ്ങളുണ്ട്. അത് വളരെ സമഗ്രതയോടുകൂടെ പരസ്പര വിനിമയം ചെയ്ത് പരസ്പര യോജിപ്പോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം ആരോഗ്യപ്രദമായി തീരുന്നത്. ഒരു അവയവത്തിന് സ്തുതിപ്പ് ലഭിക്കുമ്പോൾ അത് ശരീരത്തിന് ഒന്നിച്ച് ലഭിക്കുന്ന, മനുഷ്യനെ ഒന്നിച്ച് ലഭിക്കുന്ന സ്തുതിപ്പായിട്ട് പരിഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു അവയവത്തിന് വേദന അനുഭവപ്പെടുമ്പോൾ അത് മനുഷ്യനാണ് വേദന അനുഭവപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുക. അത് ഈ ഒരു വലിയ ഭൗതിക ശരീരമാകുന്ന ദൈവശാസ്ത്ര സമീപനം കൊണ്ട് സാധാരണ മനുഷ്യനെ കൂടുതൽ പ്രബോധിപ്പിക്കാൻ പൗലോസ് ശ്രദ്ധിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കുന്നത് തെറ്റില്ല. പിതാവും പുത്രനും അരൂപിയും വ്യത്യാസപ്പെട്ട വ്യക്തികളാണെങ്കിലും അവ മൂന്നും കൂടുമ്പോഴാണ് ദൈവം ഏകദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പിതാവ് ഞാൻ പുത്രനല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദൈവികതയിൽ കുറവ് വരുന്നില്ല. അതുപോലെ തന്നെ പുത്രൻ ഞാൻ പിതാവല്ല എന്ന് പറഞ്ഞ് ദൈവികതയിൽ ഒരു കുറവുമില്ല. ഇത് തന്നെ അരൂപിയെ സംബന്ധിച്ചിടത്തോളം മൂന്നും പരസ്പരം സമർപ്പണം ചെയ്യുകയും അതേ സമയത്ത് തന്നെ ഔദാര്യത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്യാൻ സാധിക്കുക. ഈ ഒരു സ്ഥിതിവിശേഷമാണ് പരിശുദ്ധ ത്രിത്വം നമുക്കായിട്ട് നൽകുന്ന സന്ദേശം. ഈ ഒരു സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഈ സന്ദേശമാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം അനുസരിക്കേണ്ടത്. കൊണ്ടും കൊടുത്തും ഉള്ള ഒരു ജീവിതം. ഈ ഒരു ജീവിത ശൈലിയെ പരിശുദ്ധ ത്രിത്വത്തിൽ ഇതിന്റെ പൂർത്തീകരണം എന്ന രീതിയിൽ, കൊണ്ടും കൊടുത്തും ഉള്ള ജീവിത ശൈലിയുടെ പൂർത്തീകരണം എന്ന രീതിയിൽ നമ്മുടെ സഭയുടെ ആദിമ പിതാക്കന്മാർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പദം കണ്ടുപിടിച്ച് ആ പദത്തിൽ കൂടെ അത് പൊതുവെ പ്രകാശിപ്പിക്കാൻ ഇടവരുത്തി. ആ പദം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കടമെടുത്തൊരു പദമായിരുന്നു. പെരിക്ലേസിസ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള ഈ കൊണ്ടും കൊടുത്തുമുള്ള ജീവിതം അവരെ പ്രകാശിപ്പിക്കാൻ, വിവരിക്കാൻ ശ്രമിച്ചത്. അതിനെ ഒരു നൃത്താത്മകമായിട്ടുള്ള സ്വഭാവം കൂടി കൊടുത്തുകൊണ്ട് പരിപൂർണമായ രീതിയിൽ പരസ്പരം അർപ്പിക്കുകയും പരിപൂർണമായ രീതിയിൽ അവരിൽ നിന്ന് സ്വീകരിക്കാനും ഇടവരുന്ന, എന്നാൽ പരിപൂർണ സംതൃപ്തിയോടുകൂടി നീങ്ങുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഉദാത്തമായിട്ടുള്ള മാതൃകയാണ് പരിശുദ്ധ ത്രിത്വം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ ത്രിത്വത്തിൽ നടക്കുന്ന പെരിക്ലേസിസ്,
നമ്മുടെ സമൂഹ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും അനുദിനം നടന്നു കാണാനുള്ള തീവ്രമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ധരിക്കാം.